സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന് ഔലിയാക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അറിഞ്ഞാൽ, സ്വഹാബിമാരാകട്ടെ, താബിയുകളാകട്ടെ, തബഉ താബിയുകളാകട്ടെ, നഖശികാന്തം എതിർക്കുക മാത്രമല്ല, ചോദ്യം ചെയ്യുക മാത്രമല്ല, ആ വിഷയം നിർത്തലാക്കാൻ അവർ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. അതിനുവേണ്ടി നന്നായി അവർ പരിശ്രമിക്കുകയും ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനിന്റെ നിയമങ്ങളിൽ മൻഹിയാത്ത്, വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. കല്യാണ രംഗങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് കയറി വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മ്യൂസിക്കിന്റെയും മറ്റും കോലാഹലങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വേദിയാക്കി മാറ്റരുത്. ജാഹിലിയ്യ കാലഘട്ടത്തിലാണ് അങ്ങനത്തെ കല്യാണം ഉണ്ടായിരുന്നത്. അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ ഇരുന്നിട്ട് കൊട്ടും പാട്ടും നടത്തിയിട്ട് നൃത്തമാടിയിട്ട് മുന്നിലിരിക്കുന്നവർ മദ്യപാനികളായിട്ട് ജാഹിലിയ്യ കാലഘട്ടത്തിലെ കല്യാണം നടന്നിരുന്നു. അത്തരത്തിലുള്ളൊരു കല്യാണത്തിലേക്കും ചെറുപ്പകാലത്ത് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാറില്ല, പോകാറില്ല. തങ്ങൾക്ക് ഏറ്റവും വെറുപ്പും വിരക്തിയുമുള്ള കാര്യമായിട്ടാണ് അത് കണ്ടിരുന്നത്. അങ്ങനെ തന്നെ കാണേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ കാണണം. എന്നിട്ട് പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട രീതിയിൽ ബന്ധങ്ങൾ ചേർത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട് സൽക്കാരങ്ങൾ ഒരുക്കണം. ഹറാമായ മാർഗങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാകരുത്. നല്ലോണം ശ്രദ്ധിക്കണം.